വെൽക്കം ടു അവർ ചാനൽ ബിനോയ് ന്യൂ ജനറേഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ മീറ്റർ കൺസോൾ എന്നൊക്കെ പലരും പറയും. ഇൻസ്ട്രുമെന്റ് പാനൽ. എന്താണ് ഒരു ഇൻസ്ട്രുമെന്റ് പാനൽ? പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇൻസ്ട്രുമെന്റ് പാനൽ എന്ന്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്ന ഡാഷ് ബോർഡ്, ഡാഷ് കൺസോള് ഇങ്ങനെയൊക്കെ പറയും. അതായത് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് നമ്മൾ നേരെ ഒരു സ്റ്റിയറിംഗ് നേരെ ഇരിക്കുന്ന നേരെ മുമ്പിൽ കാണുന്ന മീറ്ററുകളും ലൈറ്റുകളും എല്ലാം കൂടി വരുന്ന ഒരു കൺസോൾ ഉണ്ട്. അതാണ് ഇൻസ്ട്രുമെന്റ് പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡ്രൈവറിന് ആ ഇൻസ്ട്രുമെന്റ് പാനൽ നോക്കിയാൽ അത്യാവശ്യം കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാറായോ, അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം ആയോ, അത് നമുക്ക് അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഏതൊക്കെ വാർണിംഗ് ലൈറ്റുകൾ ഓഫായി പോകണം, ഏതൊക്കെ ലൈറ്റുകൾ കത്തിക്കിടക്കണം, ഏതൊക്കെ ഇൻഡിക്കേഷൻസ് അതിൽ കാണിക്കണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പാനലിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് അല്ല, ഒരു ഇൻസ്ട്രുമെന്റ് പാനലാണത്. അതിൻ്റെ അകത്ത് മീറ്ററുകളുണ്ട്. നോർമൽ നമുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഓളോമീറ്റർ ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, വാർണിംഗ് ലൈറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കണം നമുക്കൊരു ടയറിന്റെ പ്രഷർ പോലും കുറഞ്ഞാൽ കാണിക്കുന്ന വാർണിംഗ് ലൈറ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. ഡോർ നോട്ട് ക്ലോസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിന്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ ലൈറ്റുകളുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട്, അതായത് ഇപ്പൊ ബേസ് മോഡൽ ഒരു വണ്ടിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് പാനലിന്റെ അകത്ത് കാണിക്കുന്ന വാർണിംഗ് ലൈറ്റുകൾ എങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കളർ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് റെഡ് ലൈറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നല്ല. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ റെഡ് ലൈറ്റുകളും കമ്പൽസറി ആയിട്ട് കിട്ടണം. അത് ഓണായി കിടന്നിട്ട് വണ്ടി എടുക്കരുതും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് വാഹനം നമുക്ക് തന്നെ തരുന്നത്. തീർച്ചയായിട്ടും ആ ലൈറ്റുകളെല്ലാം ഓഫായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാഹനങ്ങൾ മൂവ് ചെയ്യുക. ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോലും റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ ഉള്ളിൽ കാണിക്കും. സീറ്റ് ബെൽറ്റ് നോട്ട് പറഞ്ഞിട്ട് ഇൻഡിക്കേഷൻ കാണിക്കും. ഒരു സീറ്റ് ബെൽറ്റിന്റെ പടം കാണിച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണിക്കും. അപ്പൊ ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പൊ റെഡ് ലൈറ്റുകൾ, അതായത് കോമൺ ആയിട്ടാണ് പറയുന്നത്, റെഡ് ലൈറ്റുകൾ അതിൽ കത്തിക്കിടന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മൂവ് ആക്കുന്നതിന് മുമ്പ് കത്തിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് മാത്രം വണ്ടി മൂവ് ചെയ്യാം. യെല്ലോ ലൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് ഇൻഡിക്കേഷനുകളാണ്. പല സർവീസ് ഇൻഡിക്കേഷനുകൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കും. നോർമലി ചെക്ക് എഞ്ചിൻ കാണിക്കാറുണ്ട്, പവർ സ്റ്റിയറിംഗിന്റെ കാണിക്കാറുണ്ട്, ലോക്കിന്റെ കാണിക്കാറുണ്ട്. സർവീസ് ഇൻഡിക്കേഷനുകൾ കുറെ കാണിക്കും. അതിൽ എന്ന് പറഞ്ഞ ഒരു യെല്ലോ ലൈറ്റ് കത്തിക്കിടന്നു എന്ന് പറഞ്ഞ് വണ്ടി മൂവ് ആക്കാൻ പാടില്ല എന്നുള്ള, നമുക്ക് അടുത്ത് തന്നെ സർവീസിന് കയറ്റാം. ഏതോ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉടനെ സർവീസിന് കയറ്റണം എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അത് തരുന്നത്. അതുപോലെ പച്ച ലൈറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനാണ് മെയിൻ ആയിട്ട് പച്ച ലൈറ്റുകൾ വരുന്നത് അതിൻ്റെ അകത്ത്, ഡാഷ്ബോർഡിന്റെ അകത്ത്. അതുപോലെ തന്നെ നീല ഇൻഡിക്കേഷനുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. നീല ഇൻഡിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് ബ്രൈറ്റ് ലൈറ്റിന് വേണ്ടി മാത്രമാണ്. അതായത് നമുക്ക് ഡിം ലൈറ്റിന് ഇൻഡിക്കേഷൻസ് കാണിക്കില്ല സാധാരണ. കാരണം ബ്രൈറ്റ് ലൈറ്റിനാണ് മെയിൻ ആയിട്ട് ഇൻഡിക്കേഷൻസ് അതിൻ്റെ ഉള്ളിൽ ബ്ലൂ ലൈറ്റ് കാണിക്കുന്നത്. അതിന്റെ കാര്യം വേറൊന്നല്ല, ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുന്ന മാതിരി ഓടിക്കാറില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ തന്നെ ഡിം കൊടുക്കും എന്ന് പറഞ്ഞ് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് ഓടിക്കാൻ പാടില്ല എന്നല്ല. നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് ആവശ്യത്തിന് ഓടിക്കാം. പക്ഷേ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഡിം കൊടുത്തിരിക്കണം. ഹൈ ബീം, ലോ ബീം അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് ചെയ്താൽ മാത്രം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനും അനുഭവിക്കുക. നിങ്ങൾ ഹൈ ബീമിൽ തന്നെയാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റില്ല, ആ ഒരവസ്ഥയിലേക്ക് വരും. അപ്പൊ ഹൈ ബീം ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇൻഡിക്കേഷൻസ് കാണിക്കും. അതായത് വാർണിംഗ് ലൈറ്റ് നമുക്ക് കാണിക്കും. ഈ വാഹനത്തിന്റെ ഡോർ അടഞ്ഞിട്ടുള്ള, ഡോർ നോട്ട് ക്ലോസ്ഡ് എന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പൊ എന്താണ് മീറ്റർ കൺസോൾ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അത് മെയിൻ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നത് ജസ്റ്റ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മീറ്റർ കൺസോളിൽ നോക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡ് നമുക്ക് സ്പീഡോമീറ്ററിൽ അറിയാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. കിലോമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ വാഹനത്തിൽ എന്തോരം ഫ്യൂൽ ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജിന്റെ അരികത്ത് തന്നെ ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടാവും. അതായത് നോർമൽ ഫ്യൂൽ ഗേജിന്റെ ഒരു പടം കാണിച്ചിട്ട് ആരോ കാണിച്ചിട്ടുണ്ടാവും. പലർക്കും അറിയാൻ പാടാത്തൊരു കാര്യം, അത് ഇതിനു വേണ്ടിയുള്ളതാണ്. ശരിക്കും ആ ആരോ കാണിച്ചിരിക്കുന്നത് നമുക്ക് പുറത്തു പോലും നോക്കാതെ, അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ക്യാപ്പ് എന്ന് നോക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആ ആരോ കാണിച്ചിരിക്കുന്ന സൈഡിൽ വേണം നിങ്ങൾ പമ്പിനോട് ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ട്. ആ സൈഡിലായിരിക്കും പെട്രോൾ ക്യാപ്പ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഉള്ളിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സൈഡിലെ പെട്രോൾ ക്യാപ്പ് ഓപ്പൺ ആവും. ഫില്ല് ചെയ്ത് റീഫില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുറത്തുനിന്ന് പൂട്ടാൻ പറ്റും.
ആ ഒരു രീതി. അപ്പൊ അതിനുവേണ്ടി വരെയുള്ള ഇൻഡിക്കേഷൻസ് നമ്മുടെ വണ്ടിയുടെ അകത്തുണ്ട്. ഈ വരുന്ന എല്ലാ സ്വിച്ചുകളിലും വാർണിംഗ് ലൈറ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതായത് എല്ലാ വാർണിംഗ് ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഈ ലൈറ്റിന്റെ ഇൻഡിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് സെൻഡ് ചെയ്ത് കൊടുക്കാറുള്ള ഒരു സംഭവമാണത്. അതായത് ടോട്ടൽ, അതായത് ബേസ് മോഡലുകൾ മാത്രമല്ല, മോഡലുകൾ മാറുന്നതനുസരിച്ച് വാർണിംഗ് ലൈറ്റുകളും ഡിസ്പ്ലേകളും എല്ലാം മാറുകയാണ്. അതായത് മീറ്റർ കൺസോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് പാനലിന്റെ മോഡ് തന്നെ മാറിപ്പോവുകയാണ്. ഇപ്പൊ പുതിയ വരുന്ന ടെസ്റ്റയുടെ വണ്ടികളിലും മറ്റുള്ള ഇലക്ട്രിക്കൽ വണ്ടികളിലും പലതിലും വരുമ്പോൾ പലതും ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക, ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സ്റ്റുഡൻസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് ഇൻസ്ട്രുമെന്റ് പാനൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ കിട്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനല് നിങ്ങൾക്ക് ഗുണപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം.